നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ അമേരിക്കയിൽ പോയപ്പോൾ നടന്ന സംഭവങ്ങൾ അറിയാത്തവരായിട്ട് ഇനി ചുരുക്കം പേർ മാത്രമേ കാണുകയുള്ളൂ. ജോർജ് എന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ താമസിച്ചതും അവിടെ നടന്ന പ്രശ്നങ്ങൾ കാരണം പാതിരാത്രി റോഡിൽ ഇറങ്ങിയതും പിന്നീട് അതിനെക്കുറിച്ചിട്ട് ജോർജ് പ്രതികരിച്ച വീഡിയോസും ഇതൊക്കെ എല്ലാവരും കണ്ടു കാണും. ഇത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് തന്നെ മാറിയിരുന്നു. അതുപോലെ ഇതുവരെയും അരുണിമയുടെ ഭാഗത്തു നിന്നും ഒരു എക്സ്പ്ലനേഷൻ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴായിരുന്നു അരുണിമ ഇതിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ധാരാളം നെഗറ്റീവ് കമൻസൊക്കെ അരുണിമയ്ക്കെതിരെ വന്നിരുന്നു. ഫ്രീ ആയി ജോർജിൻ്റെ വീട്ടിൽ താമസിച്ചു, എന്നിട്ടും അവരെ നാണം കെടുത്തിയെന്നും സ്വയം ഇറങ്ങിപ്പോയി പിന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് അരുണിമ ശ്രമിച്ചു എന്നൊക്കെയുള്ള ധാരാളം വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇതിന് തുടർച്ചയായിട്ട് ഓരോരോ ദിവസവും പുതിയ പുതിയ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ പ്രശ്നങ്ങൾ വെച്ചിട്ട് അരുണിമ അതിനെ മുതലെടുത്തു, അത് കണ്ടിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തു, റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെയും ധാരാളം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഒരു മാസത്തോളമായി ഇതൊരു തുടർകഥയായിട്ട് സീരിയലിൻ്റെ പുതിയ പുതിയ എപ്പിസോഡ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരി കുറച്ച് ചാറ്റിംഗ് സ്ക്രീൻ, അതായത് ഈ യാത്രയുടെ ഭാഗമായിട്ട് ജോർജിൻ്റെ കൂടെ ചാറ്റ് ചെയ്ത ചില ഇതിൻ്റെ സീൻസ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ജോർജ് വന്നിട്ട് അരുണിമയുടെ കൂടെ ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് തന്നെ കാണാം. യു ഹാവ് പ്ലേസ് ഇൻ മൈ ഫാമിലി എന്നൊക്കെ ജോർജ് പറയുന്നു. ആൻഡ് യു ക്യാൻ എക്സ്പ്ലോർ അറൗണ്ട് ദ പ്ലേസ് ഫ്രം ഹിയർ, ഇതൊക്കെ ചാറ്റ് ചെയ്യുന്നതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അരുണിമ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് മൺഡേ ഫ്ലൈറ്റ് ഉണ്ടെന്നും അവിടെ നിന്നും മൺഡേ പോകുന്നു എന്നും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾക്ക് അരുണിമയുടെ ഭാഗത്തു നിന്നും അരുണിമയ്ക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അത് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ ക്ലിപ്പിങ്സ് കുറച്ച് കണ്ടിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം. ബോയ് ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു. അത് പുള്ളിക്കാരൻ്റെ കൊച്ചുമോളായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇയാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ്, അവർ എറണാകുളത്താണ് സെറ്റിൽഡ്. ഈ വീട്ടിൽ ജോർജ് എന്ന വ്യക്തി റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും. എന്താ പറയാ, US എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി അരുണി പറയുന്നത് വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ. പുള്ളിക്കാരി എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ജോർജ് എന്ന വ്യക്തി വന്നിട്ട് അവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നും ഇത് വന്നിട്ട് ഈ സംസാരിക്കുന്ന പുള്ളിക്കാരുടെ അച്ഛൻ്റെ അമ്മയുടെയും വീടാണെന്നും അച്ഛനും അമ്മയും എറണാകുളത്താണെന്നും അപ്പോൾ പെർമിഷൻ ചോദിക്കാതെയാണ് ഈ താമസിക്കാനുള്ള അനുമതി കൊടുത്തു എന്നുമൊക്കെയാണ് അരുണിമയുടെ ഭാഗത്തു നിന്നും അരുണിമ പറയുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ ജോർജിൻ്റെ പ്രതികരണ വീഡിയോയിൽ അതിലും കുറേ കാര്യങ്ങൾ ജോർജ് പറയുന്നത്, അതുകൂടി എന്താണെന്ന് കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സംഭവിച്ചത് എൻ്റെ കൊച്ചുമോള് ഇവിടെ 3 ദിവസം താമസിച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം രാത്രിയിലാണ് പറയുന്നത്. പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേ ഒരു അക്കോമഡേഷൻ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് മൺഡേ മാറിത്തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് 5 ദിവസം ആകും. അതിഷ്ടപ്പെടാതെ അവള് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിസിറ്റി. അപ്പോൾ ജോർജിൻ്റെ ഭാഗത്തു നിന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് തിങ്കളാഴ്ച മാറിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെയാണ് ഈ പുള്ളിക്കാരി വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്നാണ് പുള്ളിക്കാരൻ്റെ വാദം. അപ്പോൾ അതിന് മറുപടിയായിട്ട് അരുണിമ തൻ്റെ മറ്റേ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ബാക്കി കേട്ടിട്ട് തിരിച്ചു വരാം. ഇവൻ എൻ്റെ അടുത്ത് ടെന്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു. ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ടെന്റ് അടിക്കുമെന്നും ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ചാറ്റും ഞാനിവിടെ കാണിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിക്കാരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങി പോവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് എന്നെ ഹോസ്റ്റ് ചെയ്ത്. അപ്പോൾ ജോർജിൻ്റെ കൊച്ചുമകൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സെൽഫ് റെസ്പെക്റ്റുള്ള ആരും അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ അരുണിമ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ രണ്ടുപേരും അവരവരുടെ പക്ഷം
പറയുന്നുണ്ട്. അപ്പോൾ ജോർജിൻ്റെ വേർഷന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയൊക്കെയാണ് അരുണിമ പ്രതികരിക്കുന്നത്. അരുണിമ തൻ്റെ വീഡിയോയിൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കേട്ടിട്ട് ഇനി ബാക്കി നമ്മൾക്ക് സംസാരിക്കാം. പറയുന്നത് ഞാൻ റീച്ചിന് വേണ്ടി ഞാൻ അങ്ങനെ രാത്രി ഇറങ്ങിപ്പോയി, ഞാൻ ഒരു നാടകം ഉണ്ടാക്കി എന്നാണ്. ഉറങ്ങാൻ വേണ്ടി പോയ ആള് ഞാൻ രാത്രി കരഞ്ഞതിന്റെ റീസൺ പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. നല്ല രീതി എന്ന് പറഞ്ഞാൽ അത്രയും പൊളൈറ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു വ്യക്തി വീട്ടിൽ അങ്ങനെ താമസിച്ച് പുള്ളിക്കാരി എന്നോട് അതങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ വീട്ടിൽ അവിടെ താമസിക്കില്ല. അപ്പൊ തന്നെ അന്ന് രാത്രി അവിടെ ഇറങ്ങും. അന്ന് രാത്രി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഒരു മെക്സിക്കോക്കാരന്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ വേറൊരു ഹോട്ടലിൽ പോയി താമസിക്കുന്നത്. $110 ഞാൻ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി 10,000 rupees. അതായത് എല്ലാവരും പറയുന്നത് ഞാൻ OC ആയിട്ട് താമസിക്കുവാണ്, പൈസ കൊടുക്കാതെ ഫ്രീ സ്റ്റേ അന്വേഷിച്ച് നടക്കുവാണ്, അങ്ങനെ പറയുന്നത് കുറെ കേട്ടു. അപ്പോ അന്ന് രാത്രി എനിക്ക് അവിടെ താമസിച്ചാൽ പോരെ, എന്തിനാ ഞാൻ 10,000 rupees കൊടുത്ത് പുതിയ റൂം പോയി എടുത്ത് താമസിച്ചത്? രാത്രി ഞാൻ അങ്ങനെ തണുപ്പത്ത് ഒരു 6 ഡിഗ്രി ആയിരുന്നു. ആ 6 ഡിഗ്രിയിൽ എനിക്ക് അങ്ങനെ ഒരു നാടകം റീച്ചിന് വേണ്ടി ഉറങ്ങാൻ വേണ്ടി പോയി എനിക്ക് എന്താ പെട്ടെന്നാണോ വിചാരിച്ചേ ഞാനിങ്ങനെ എനിക്കൊരു വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യണം? അങ്ങനെ ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് എന്താ പറയാ ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാത്രി ഞാൻ അവിടെ ഇറങ്ങിപ്പോയത് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ്. അപ്പോൾ രാത്രി സമയമായിട്ടും പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുമ്പോൾ എന്നുള്ളതാണ് ഈ അരുണിമ വീഡിയോയിൽ തൻ്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നത്. ഇനിയും അരുണിമ ഈ വീഡിയോയിൽ വന്നിട്ട് ഇതുവരേക്കും യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം പലരും അരുണിമയെക്കുറിച്ച് പറഞ്ഞത് ഫ്രീ ആയിട്ട് ചെന്ന് ഓരോ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരമായിട്ടാണ് അരുണിമ തൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നിന്നും എന്താണ് കിട്ടുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതും പുള്ളിക്കാരി കാണിക്കുന്നത് കൂടി കണ്ടിട്ട് തിരിച്ചു വരാം. പറയുന്നുണ്ട് പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ യാത്ര ചെയ്യുന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ട് എന്ന്. എനിക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമാണ് വരുമാനം കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇതുവരെ എൻ്റെ യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടി എന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. കാരണം ഇനി അതിന്റെ പേരിൽ ആർക്കും ഒരു സംശയം. ഏതാണ്ട് 26,800 USD ആണ് ഇവർക്ക് ഇത്രയും നാള് കൊണ്ട് കിട്ടിയേക്കുന്നത്. വേണ്ട, ഞാൻ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്നുള്ളത്, അതായത് ലൈഫ് ടൈം ആണ് ഞാൻ കൊടുക്കുന്നത്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഒരു ദിവസം വരെയുള്ള എനിക്ക് എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് വരെ ഞാൻ ഇവിടെ കൊടുക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സഞ്ചാരിക്ക് ഏറ്റവും വേണ്ടത് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത് സംസാരിച്ച് ഇടപഴകാനായിട്ട് സാധിക്കണം. അതുപോലെ മറ്റൊരു രാജ്യത്ത് മറ്റൊരാളുടെ ഹെൽപ്പോടെ അവിടെ പോയി എന്നുള്ള വിചാരമോ ചിന്തയോ ഒന്നും ഇല്ലാതെ ഒരു പക്വതക്കുറവിൻ്റെ പേരിൽ ഒരു പെരുമാറ്റം അരുണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റ് തന്നെയാണ്. കാരണം ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും വിദേശ സിറ്റിസൺ ആയവർക്ക് ഇന്ത്യൻ എയർപോർട്ടിലൊക്കെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും അക്കോമഡേറ്റ് ചെയ്യുന്ന ആളിൻ്റെ പേരും ഫോൺ നമ്പറും എല്ലാം ഇമിഗ്രേഷനിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് തിരിച്ച് നാട്ടിലെത്തുന്നത് വരെയും വ്യക്തിയാണ് ഉത്തരവാദി. അതുമാത്രവുമല്ല, ഈ ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ മാത്രമേ US-നുള്ള വിസ പോലും കിട്ടുകയുള്ളൂ. അപ്പം ഇതൊക്കെ ജോർജിൻ്റെ സഹായത്തോടെ തന്നെയാണ് അരുണിമയ്ക്ക് കിട്ടിയതും ഒരു US ട്രിപ്പ് വന്നിട്ട് തരപ്പെട്ടതുമൊക്കെ. അതുപോലെ ഈ ജോർജ് എന്ന പുള്ളിയുടെ വീട്ടിൽ 2-3 ദിവസം താമസിച്ചു. എന്നിട്ട് അരുണിമയെ ആ കാലഘട്ടം ആദ്യത്തെ വീഡിയോസൊക്കെ വരുമ്പോഴേക്ക് എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം താമസിച്ച വീട്ടുകാരുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളും ഒക്കെ പബ്ലിക്കായിട്ട് തന്നെ ആ വീഡിയോയിലൊക്കെ കാണിക്കുകയും അത് പുറത്തു വിടാനായിട്ട് ഒരു റൈറ്റും അരുണിമയ്ക്ക് ഇല്ലായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ക്യാബൊക്കെ കിട്ടാൻ വളരെ എളുപ്പവുമാണ്. മാത്രവുമല്ല വലിയ വലിയ ഈ ട്രാവലേഴ്സൊക്കെ പറയുന്നത്, ഈ സന്തോഷ് ജോർജ് പോലെയുള്ളവരൊക്കെ പറയുന്നത് ഒരുപാട് ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ വിദേശത്തുണ്ടെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് അവർ വിദേശത്തൊക്കെ പോയിട്ട് വരുന്നത് എന്നൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് ഒരു സഹായം ചെയ്താൽ പല സാഹചര്യത്തിലും സാധാരണ ഒരു നന്ദി ഉണ്ടാകാറില്ല. ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ അതിനെക്കുറിച്ചിട്ട് മാത്രമേ സാധാരണ എല്ലാവരും സംസാരിക്കുകയുള്ളൂ. അപ്പോൾ സഹായിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു കൂലി എന്ന് പറയുന്നത് അവരെ പറ്റിയുള്ളൊരു കുറ്റപ്പെടുത്തൽ കേൾക്കുക എന്നൊരു കാര്യം മാത്രമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ
സംഭവിച്ചിരിക്കുന്നതും. അപ്പോൾ ധാരാളം പേർക്ക് ഇതേ അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അവരവരുടെ എക്സ്പ്ലനേഷൻ പുറത്ത് വന്ന സ്ഥിതിക്ക് ഇനി വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്താണ്? ജോർജിൻ്റെ ഭാഗവും എല്ലാവരും കേട്ടു, അരുണിമയ്ക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻസും എല്ലാവരും കേട്ടു. ഇനി നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്? ഇത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങൾ ഇതിനെ വിലയിരുത്തി എന്താണ് അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കാരണം ഓരോരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ പുതിയ വിവരങ്ങൾ വരുമ്പോഴും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.